ഏലൂരിലെ വൻ ഫാക്ടറികളിൽ നിന്ന് വരുന്ന മാലിന്യം മൂലം വർഷങ്ങളായി ദുരിതത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ. ഈ ദുരിത ജീവിതത്തിൽ നിന്ന് മോക്ഷം വേണമെന്ന് ജനം പറയുന്നുണ്ട്. നോക്കാം പ്രതികരണങ്ങളിലേക്ക്. എന്തിനാണ് ചെയ്യുന്നത്? എത്ര 10-30 വർഷമായിട്ട് അനുഭവിക്കുകയാണ്. രോഗവും പ്രയാസങ്ങളും ദുരിതങ്ങളും. എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അവനെ തല്ലിപ്പൊളിയാക്കുക, അല്ല മോശക്കാരനാക്കുക. ശ്വാസം മുട്ടുണ്ട്, ഒച്ചയില്ല പറയാനായിട്ട്, തീരെ വയ്യ. എപ്പോഴും 5+ ഒക്കെ ചെയ്താണ് എനിക്ക്. ഈ ശ്വാസം മുട്ടൊന്നും പറ്റൂല. ആശുപത്രിയിലായിരുന്നു. എന്താ പറ്റിയേ? ഇങ്ങനെ കറുത്ത് പതഞ്ഞൊഴുകുന്നത് കുഴികണ്ടം തോടിലെ മലിനജലം മാത്രമല്ല, വർഷങ്ങളായുള്ള ഏലൂരുകാരുടെ ജീവിതം കൂടിയാണ്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഏലൂരിൽ മാലിന്യ പ്രശ്നം തലപൊക്കുകയാണ്. ഇന്നലെയാണ് മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ ഏലൂർ നഗരസഭയെ ശുചിത്വ നഗരസഭയായി പ്രഖ്യാപിച്ചത്. എന്നാൽ ഇന്നും വിഷമൊഴുകുന്ന കുഴികണ്ടം തോട്ടിൽ നിന്നുള്ള ദുർഗന്ധം സഹിക്കാതെ പൊറുതിമുട്ടുകയാണ് ഏലൂർ നിവാസികൾ. വെള്ളം എടുത്തോണ്ട് പോയിട്ട് ഇവരെന്താ ചെയ്യണമെന്നറിയോ? ഇവര് പച്ചര വെള്ളത്തിന്റെ ടേസ്റ്റാണ്, അതാണ് ഇതാണെന്നൊക്കെ ഇവര് പറയണത്. ഇത് കറക്റ്റായിട്ട് സത്യം പറയാലോ, ഇവിടെ നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് നമ്മുടെ കണ്ണ് പൂട്ടിക്കാന്ന് തന്നെ എന്നുള്ള കാര്യം ഇവിടെ നടക്കണത്. ഏലൂരിലെ വൻ ഫാക്ടറികളിൽ നിന്ന് വരുന്ന മാലിന്യം വഹിക്കുന്നത് കുഴികണ്ടം തോടാണ്. തോടിന്റെ ഇരുവശങ്ങളിലായി കഴിയുന്നവർ ദുരിതത്തിലായിട്ട് വർഷങ്ങൾ പിന്നിട്ടു. കഴിഞ്ഞ 3 വർഷമായി വലിയ കുഴപ്പമില്ലായിരുന്നു. തോട്ടിൽ മത്സ്യങ്ങളുടെ സാന്നിധ്യവും കണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും സ്ഥിതി രൂക്ഷമാവുകയാണ്. കുഴികണ്ടം തോട് ശുചീകരിക്കുവാൻ നഗരസഭ വിശദമായ പദ്ധതി തയ്യാറാക്കിയതാണെന്നും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തടസ്സങ്ങൾ ഉന്നയിച്ചത് പരിസ്ഥിതി പ്രവർത്തകരാണെന്നും നഗരസഭാ ചെയർമാൻ. ഇപ്പോൾ നിലവിലിപ്പോൾ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇവിടെ അസഹനീയമായിട്ടുള്ളൊരു മണമാണ് ഇവിടെ ഇപ്പോൾ ഈ 2-3 ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരാഴ്ചയായിട്ട് ഇവിടെ ജനങ്ങൾ ഒരാഴ്ചയായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇത് സംബന്ധിച്ചുകൊണ്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഇതിനകത്ത് അധികാരികളെന്ന് പറയാൻ നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉദ്യോഗസ്ഥർ നിത്യസന്ദർശകരെന്ന പോലെ ഏലൂരിൽ വന്നു പോകുന്നു. പക്ഷേ കാലങ്ങളായി ഇവർ അനുഭവിക്കുന്ന പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുവാൻ ഒരു ഉദ്യോഗസ്ഥനും ഇതുവരെയും സാധിച്ചിട്ടില്ല. ഏലൂരിലെ പൂട്ടിപ്പോയ HAL അടക്കമുള്ള രാസവള കമ്പനികളുടെ പ്ലാന്റിൽ നിന്നും രാസമാലിന്യം പൊട്ടി ഒലിക്കുന്നുണ്ടോ എന്നാണ് പ്രദേശവാസികളുടെ സംശയം. ഏലൂരിലെ വ്യവസായ മേഖലയിൽ വായുവും മണ്ണും ജലവും മലിനമായി കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഒരുപാടായി. മാലിന്യ നിയന്ത്രണ ബോർഡ് എടുത്തുകൊണ്ടു പോകുന്ന സാമ്പിൾ മലിനീകരണം തിരിച്ചറിയാൻ പര്യാപ്തമല്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ ഇത് ബ്രേക്ക്. ഇതിപ്പോൾ പറയുന്നത് ഫാക്ടറികളില്ലെങ്കിൽ ഇത് എവിടെ നിന്ന് ഒഴുകുന്നു? ഒരു തെങ്ങൊക്കെ വെള്ളക്കേട്ടപ്പോൾ തന്നെ പോലീസുകാർ വരില്ലേ? ഈ ഇത്രയും തോട്ടിൽ നിന്ന് ഈ ഫാക്ടറികളെ പൂട്ടിയതിന് ശേഷം ഈ മാലിന്യം ഒഴുക്കുന്നത് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. നാട്ടുകാരുടെ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ. അവിടെ പോയി നോക്കിയപ്പോൾ ഒരു 2-3 ആഴ്ച മുന്നേ പോയി നോക്കിയിരുന്നു. അപ്പോൾ ഇതേപോലെ സെയിം കമന്റ് ലഭിച്ചിരുന്നു. അവിടെ പോയി നോക്കിയപ്പോൾ എവിടെ ഒരു ഫ്ലോ കണ്ടില്ല. അതിൻ്റെ സാമ്പിൾ എടുത്തിട്ട് ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്. വ്യവസായങ്ങൾക്കോ നാടിന്റെ വികസനത്തിനോ ഇവിടുത്തെ ജനം ഒരു കാലത്തും എതിരായി നിന്നിട്ടില്ല. എന്നാൽ വ്യവസായങ്ങളുടെ പാർശ്വഫലങ്ങൾ നേരിടേണ്ടി വരുന്നത് വരും തലമുറയ്ക്ക് കൂടിയാണ്. പെരിയാറിലേക്ക് ചെന്ന് ചാടേണ്ട ഈ കുഴികണ്ടം തോട്ടിൽ നിന്ന് വിഷഗന്ധം ആഞ്ഞു വീശുമ്പോൾ കുട്ടികളെന്നോ വൃദ്ധരെന്നോ പ്രായവ്യത്യാസമില്ലാതെ അത് ശ്വസിച്ച് പ്രാണവേദന കൊള്ളുന്ന മനുഷ്യരെ കേൾക്കുവാൻ വ്യവസായത്തിന് പിന്നാലെ പായുന്ന നമ്മുടെ അധികാരികൾക്ക് കാതുണ്ടായിരിക്കണം. ക്യാമറമാൻ സന്തോഷ് ചക്കവർക്കും സാരഥി പ്രണവിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. വ്യവസായ മേഖലയാണ് ഏലൂർ. അവിടെ പെരിയാറിൽ ചെന്ന് ചേരുന്ന കുഴിക്കണ്ടം തോടിലാണ് കറുപ്പും വെളുപ്പും നിറത്തിൽ പത നിറഞ്ഞു കിടക്കുന്നത്. ദുർഗന്ധം സഹിക്കാതെ ശ്വാസം മുട്ടുകയാണ് വൃദ്ധരും കൊച്ചുകുട്ടികളുമൊക്കെ. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. ഭയങ്കര സ്മെല്ലാണ്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഈ സ്മെല്ല്. രാവിലെ ഞങ്ങൾ ജോലിക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഈ പിള്ളേരൊക്കെ ഇവിടെ നിൽക്കുന്നതാണ്. ഇവർക്കൊക്കെ ഭയങ്കര കണ്ണിൽ ഇപ്പോൾ കുരുക്കളൊക്കെ വന്ന് തുടങ്ങി കൊച്ചിൻ്റെ. അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് എപ്പോഴും ആശുപത്രി പോകാനുള്ള കാശൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഒരു മാർഗ്ഗം നിങ്ങൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ പരീക്ഷ കഴിയാറായി. ഇപ്പോൾ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് അതുങ്ങൾ നിങ്ങൾ ഒരു മാസം കഴിയുമ്പോൾ വന്ന് നോക്കും. ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും. 2 ആഴ്ചയായിട്ട് ഇതിവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. കുട്ടികളുടെ അവസ്ഥ ചേട്ടൻ കേട്ടതല്ലേ. നമ്മളിത് ഡാഡിയാണ് ഡാഡിക്ക് കടയിൽ നിന്ന് ഡാഡിക്ക് ഇതേ മണം കൊണ്ട് ഒരു ലങ്സിൽ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതാണ്. ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇത് അടഞ്ഞിരുന്ന കമ്പനികൾ
പ്രവർത്തിക്കുന്നില്ലെന്നറിയാം. എങ്കിലും പക്ഷേ ഇപ്പോൾ ഈ കുറച്ച് ദിവസം കൊണ്ട് ഇതിനകത്ത് വരുന്ന മലിനീകരണം എന്താണെന്ന് PCBക്കാർ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഇതിനകത്ത് ഒന്നും പറയാനില്ല. വാസ്തവമായിട്ട് ശരിക്കുള്ള കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നേരത്തെ മറക്കത്തിൽ നിന്നുണ്ടായിരുന്ന